നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മുത്തശ്ശ, മോളെ, ഇന്നത്തെ പഠിത്തമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു മുത്തശ്ശ. മോളെ കൂടി കള്ളം പറയാൻ പഠിപ്പിച്ചു അല്ലേ നിരഞ്ജൻ? കള്ളോ? സത്യം പറ നിരഞ്ജൻ, നിങ്ങളിപ്പോ എവിടെന്നാ വരുന്നത്? സ്കൂളിൽ നിന്ന്. നോണ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശ്രുതി മോള് ക്ലാസ്സിൽ കയറിയിട്ടില്ല. പറ നിരഞ്ജൻ, മോളെയും കൊണ്ട് നിങ്ങൾ എവിടെയാ പോകുന്നത്? അത് പിന്നെ ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി, ഇതിന് നീയും കൂടി കൂട്ടുനിന്നു. എന്താ ഡാഡി പറഞ്ഞ സത്യമാണോ? ശ്രുതിമോള് സ്കൂളിലേക്കല്ലേ പോയിക്കൊണ്ടിരുന്നത്? പറയാൻ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാനതിവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ശ്രുതിമോളുടെ സുരക്ഷയെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നല്ലോ, അത് എനിക്കും ഉണ്ടായി. അതുകൊണ്ട് സ്കൂളിൽ വിടാതെ ഒരു പ്രൈവറ്റ് ട്യൂഷൻ ഏർപ്പാട് ചെയ്യായിരുന്നു ഞാൻ. അതെന്താ എന്നോട് പറയാതിരുന്നത്? പറഞ്ഞാൽ സമ്മതിച്ചില്ലെങ്കിലും ഒന്ന് പേടിച്ചു. ഏതെങ്കിലും ഒരു അച്ഛൻ ചെയ്യുന്ന പണിയാണോ നിരഞ്ജനെ കാണിച്ചത്? കുട്ടിയെ സ്കൂളിൽ വിടാതെ പ്രൈവറ്റ് ട്യൂഷന് വിടുന്നു. സ്കൂളോളം വരുമോ ഈ ട്യൂഷനൊക്കെ? എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം. ഒന്നുകിൽ മോളെ കൃത്യമായി സ്കൂളിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ പഴയ കോൺവെന്റിലേക്ക് തന്നെ മാറ്റുക. ഞാൻ സ്കൂളിൽ പോവില്ല. അത് നീയല്ല തീരുമാനിക്കുന്നേ. എനിക്ക് സ്കൂളിൽ പോണ്ട. കണ്ടോ കുഞ്ഞിന്റെ സ്വഭാവം മാറിയത്? കണ്ടോ? നിങ്ങൾക്കൊന്നും വിവരമില്ലേ? സ്വന്തം കുഞ്ഞിന്റെ ഭാവിയുടെ വേരാ നിങ്ങൾ അർത്ഥമാറ്റിക്കൊണ്ടിരിക്കുന്നത്. നാണമില്ലേ നിനക്ക് മോളുടെ അമ്മയാണെന്ന് പറഞ്ഞ ആൾക്കാർ? അക്ഷരെ കുറ്റം പറയണ്ട, അവൾക്കൊന്നും അറിയില്ലായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ തനിച്ചാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. നിങ്ങൾക്കാർക്കും അത് ഇഷ്ടമായില്ലെങ്കിൽ ഇന്നത്തോടെ ഞാനിതെല്ലാം അവസാനിപ്പിക്കാം. നാളെ മുതൽ മോള് സ്കൂളിൽ പോകും. പോണം, അതിനൊരു മാറ്റമില്ല. ഒന്നിങ്ങോട്ട് വന്നേ. വരാൻ. എന്താ അക്ഷരെ? സത്യം പറ, ശ്രുതിമോളെയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ട്യൂഷൻ. അതൊരു വലിയ നുണയാ. അത് ഈ മുഖം കണ്ടാ എനിക്ക് മനസ്സിലാവും. ഡാഡിയെ പറ്റിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, എന്നെ പറ്റിക്കാൻ അത് പോരാ. മര്യാദയ്ക്ക് നേര് പറയുന്നതാ നല്ലത്. അങ്ങനെ ഒരു പ്രൈവറ്റ് ട്യൂഷൻ ഇല്ലാന്ന് എനിക്കറിയാം. എവിടെയാ പോയിക്കൊണ്ടിരുന്നേ? പറയാൻ. ബഹളം വെക്കണ്ട, പറയാം. ഞാൻ ശ്രുതിമോളെ പ്രൈവറ്റ് ട്യൂഷനല്ല കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, വിശാലിന്റെ അടുത്തേക്കാ. വിശാലിന്റെ അടുത്തേക്കോ? ശ്രുതിമോളെയോ? എങ്ങനെ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് വന്നു? വിശാലിനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് എന്തിനാ അയാളുടെ അടുത്തേക്ക് തന്നെ എന്റെ മോളെ കൊണ്ടുപോയത്?